ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. പുതിയ ടൈപ്പ് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. ടോട്ടൽ എന്നാണ് ഈ ബ്രാൻഡ്. ഇത് മിസ്റ്റർ ലൈറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ലൈറ്റ്, അതുപോലെ മെയിൻ റോഡ്, പട്ടാമ്പി, പാലക്കാട്. അപ്പം കേരള പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്, മിസ്റ്റർ ലൈറ്റിൻ്റെ. ഇതിൻ്റെ MRP 235 രൂപയാണ് MRP കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ AC 12 to 250 വോൾട്ട് വരെ ഇത് ചെക്ക് ചെയ്യാം. അതേപോലെ DC 1.5, അതുപോലെ 36 വോൾട്ട് വരെ മൾട്ടി ഫങ്ഷൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് സാധാ ടെസ്റ്ററിൻ്റെ കൂട്ട് തന്നെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ പിന്നെ പവർ ഉണ്ടോ, അതായത് എത്ര വോൾട്ട് വരുന്നുണ്ട്, ഫേസിൽ എത്ര വോൾട്ട് വരുന്നുണ്ട്, അതേപോലെ ന്യൂട്രൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു ടെസ്റ്റിംഗ് ബട്ടൺ ഉണ്ട്. ഈ ടെസ്റ്റിംഗ് ബട്ടണിൽ ഞെക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്, എങ്കിലേ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ഓഫ് ബാറ്ററി, അതായത് ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മൾട്ടി ഫങ്ഷനാണ്, ഡയറക്റ്റ് DC ആൻഡ് AC വോൾട്ട്. പിന്നെ ബാക്കി വരുന്നത് ഇതിൻ്റെ നല്ല മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ വയർ കട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക്, അതായത് കറണ്ട് പാസ് ചെയ്യുന്ന വയർ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പിന്നെ പോകുന്നുണ്ടോ, അതായത് വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നും ഇതിൻ്റെ അകത്ത് ഈ ഇൻഡിക്കേഷൻ കാണും. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ടെസ്റ്റർ, കണ്ടിന്യൂറ്റി ടെസ്റ്റർ. ഇതിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേക്കകത്ത് കാണിക്കും സപ്ലൈ ഉണ്ടോ, അതായത് ഇൻഡിക്കേഷൻ എല്ലാം ഈ ഡിസ്പ്ലേക്കകത്താണ് കാണിക്കുന്നത്. അതേപോലെ ഈ ഇൻഡിക്കേഷനും അതേപോലെ കത്തുന്നതാണ്. ഈ ടെസ്റ്റിംഗ് ബട്ടൺ ഇതിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ടെസ്റ്റിംഗ് ബാറിൽ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് 20 mm, അതേപോലെ ടോട്ടൽ ഹൈറ്റ് 133 ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അപ്പോഴേ കറക്റ്റായിട്ട് ഇത് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മളൊരു പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങി, മിസ്റ്റർ ലൈറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ പോക്കറ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പോകാം. ഇത് അത്യാവശ്യമാണ്. എവിടെയെങ്കിലും നമ്മൾ സ്വിച്ച് ബോർഡിലോ അല്ലെങ്കിൽ പഴയ മെയിൻ സ്വിച്ചുകളിലോ DBയിലൊക്കെ കയറി പിടിക്കുന്നതിന് മുമ്പ് ഇതുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു സ്വിച്ച് ബോർഡാണ്. നമ്മളിനി ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം എന്തായാലും ഈ സോക്കറ്റ് ആണ് ടച്ച് ചെയ്യാണ്. വലത് സൈഡ് വരുന്ന ഫേസ്, ഇടത് സൈഡ് വരുന്ന ന്യൂട്രൽ, ഏറ്റവും ടോപ്പ് സൈഡ് വരുന്നത് എർത്താണ്. അതിൻ്റെ അകത്താണ് നമ്മളിനി കണ്ടിന്യൂറ്റി ടെസ്റ്റ് കൊണ്ട് ചെക്ക് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒന്ന് സ്വിച്ച് ഓൺ ആക്കാം. ഇപ്പോൾ ഇതിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫേസിൻ്റെ അവിടെ കൊണ്ടുപോയപ്പോൾ കണ്ടോ ഇൻഡിക്കേറ്റർ കത്തി, അതേപോലെ അതിൻ്റെ വോൾട്ടും എഴുതി കാണിക്കുന്നു. ഈ ടെസ്റ്റിംഗ് ബട്ടൻ്റെ അകത്ത് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ചെറുതായിട്ടൊന്ന് കൈ വെച്ചാൽ മതി. അതേപോലെ 12 to 36 വോൾട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാ ടെസ്റ്റർ കൊണ്ട് ചെക്ക് ചെയ്താൽ ഫേസ് മാത്രം ഉണ്ടോ എന്ന് ഈ ഇൻഡിക്കേറ്റർ മാത്രമേ കത്തത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് അതിൻ്റെ വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ന്യൂട്രലിൻ്റെ അകത്ത് വെക്കുമ്പോൾ ന്യൂട്രൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഇടിമിന്നലിൻ്റെ പോലത്തുള്ള ചിഹ്നം കാണിക്കുന്നുണ്ടല്ലേ, കറക്റ്റായിട്ട് അവിടെ ന്യൂട്രലും വരുന്നുണ്ട്. അതേപോലെ എർത്തിങ്ങും അതേപോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൂടെ തന്നെ ഇങ്ങനെ, അതായത് പവർ ലൈൻ പോകുന്ന, അത് ലൈൻ പോകുന്ന കറണ്ട് പാസ് ചെയ്യുന്ന ഏത് ഭാഗത്തൂടെയും ഈ ടെസ്റ്റർ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടോ ആ ഇൻഡിക്കേഷൻ കാണിക്കും. ആ ചിഹ്നം കാണിക്കുന്നുണ്ടോ, പവർ സപ്ലൈയുടെ ആ ചിഹ്നം കാണിക്കുന്നുണ്ടോ, കാരണം ഇതിൻ്റെ അകത്തൂടെ സപ്ലൈ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വയർ കുത്തി നോക്കാം. ഇത് ഇപ്പം വെളിയിലോട്ട് പോകുന്ന ഒരു ലൈറ്റിൻ്റെയാണ് ഈ വയർ. ഇപ്പോൾ നമ്മൾ ഈ വയറിൽ കൂടെ തന്നെ ഇതിങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പം ഇതിൽ കൂടെ സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഈ ചിഹ്നം കാണിക്കും. അതായത് നേരത്തെ കാണിച്ച അതേപോലുള്ള ചിഹ്നം കാണിക്കും. എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും അതേപോലെ അത് എവിടം വരെ പോകുന്നോ അവിടം വരെ കാണിക്കത്തുള്ളൂ, പിന്നീട് അങ്ങോട്ട് കാണിക്കത്തില്ല. എന്തായാലും നമ്മളിത് നല്ല വയറാണ്. ഇപ്പോൾ നമ്മൾ സ്വിച്ചിട്ട് വെളിയിലത്തെ ഇത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കണ്ടോ ഇത്രയും ദൂരത്ത് തന്നെ പിടിച്ചിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട്. ഇൻഡിക്കേഷൻ കത്തുകയല്ല എന്ന് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്, ചെറിയൊരു മാർക്കിംഗ് കാണിക്കുന്നത്. കാരണം ഇതിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണ്.
കാരണം നമ്മൾ ഇത് പറയാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഡി ബിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പഴയ മെയിൻ സ്വിച്ചുകളിലൊക്കെ കയറി പിടിക്കുന്നതിന് മുമ്പ് പഴയതിൻ്റെ അകത്തൊക്കെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെക്ക് ചെയ്തിട്ട് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്കത് തൊടുകയോ പിടിക്കുകയൊക്കെ ചെയ്യാമുള്ളൂ. അതുകൊണ്ട് നല്ല ഉപകാരപ്രദമായിട്ടൊരു ടൂള് തന്നെയാണ് ഇത്. മിസ്റ്റർ വൈറ്റിൻ്റെ ടോട്ടൽ എന്ന പ്രൊഡക്റ്റാണ്. ടപാരിയുടെയാണ് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതാണ് എല്ലാവരും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു കേരള പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് നമ്മളിതങ്ങ് എടുത്തത് മിസ്റ്റർ ലൈറ്റിൻ്റെ. പിന്നെ ഇത് ഏറ്റവും ഉപകാരം തന്നെയാണ്. എന്തായാലും ധാരാളം നിങ്ങൾ മേടിച്ച് വെച്ചേക്കുക. പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിലും നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു ടൂള്, അതായത് കണ്ടിന്യൂറ്റി ടെസ്റ്റർ പല ടൈപ്പും ഉണ്ട്. പക്ഷേ അതിലെ ഒരെണ്ണമാണ് ഇത്. സാധാ ഇൻഡിക്കേറ്റർ ടൈപ്പ്, അതായത് സാധാ ടെസ്റ്റർ ടൈപ്പും ഉണ്ട്. പിന്നെ ഇതേപോലെ ഡിസ്പ്ലേ വരുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ കാണാം, കണ്ടോ, ആ ഡിസ്പ്ലേക്കകത്ത് അതിൻ്റെ മാർക്കിങ്, അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. കാരണം ഇതുവഴി സപ്ലൈ പോകുന്നുണ്ട് എന്നുള്ളത് അറിയാനാണ്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്, വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഇത് ഉപയോഗിച്ചിട്ട് വേണം, ഇത് കയ്യിൽ കരുതിയിട്ട് വേണം ഏതൊരു സാധനത്തിലും നമ്മൾ തൊടുകയോ പിടിക്കുകയോ ചെയ്യാൻ. എന്തായാലും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.